LDFിൻ്റെ തെക്കൻ മേഖലാ ജാഥ പുരോഗമിക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെ ജാഥയിലുള്ള പൊതു റെസ്പോൺസ്? എല്ലാ സ്ഥലങ്ങളിലും അങ്ങേയറ്റത്തെ ജനകീയ ആവേശം അലയടിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, അല്ലാത്തവയുമുണ്ട്. പക്ഷേ ആ ഭേദങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ LDFിനെ കാണാനും കേൾക്കാനും വേണ്ടി കാണിച്ച താല്പര്യം അങ്ങേയറ്റം ആവേശകരമാണ്. ഇത് യാദൃച്ഛികമല്ല. LDFിനെ പറ്റി, ഈ ഗവൺമെൻറ്റിനെ പറ്റി നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്നേഹം, അതെല്ലാമാണ് അണപൊട്ടി ഒഴുകിയത്. അതാണ് ഇത്രയും വലിയ ജനമുന്നേറ്റമായി ഈ ജാഥ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമായിട്ടുണ്ടായ കുറവുകൾ സ്വാഭാവികമായിട്ട് UDFിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പരിശോധനകളും പൂർത്തിയായി കഴിഞ്ഞു. LDF തലത്തിൽ വലിയ അളവോളം പൂർത്തിയായി കഴിഞ്ഞു. LDFിൽ ഓരോ പാർട്ടികളും ഇത് പൂർത്തിയാക്കി, LDF കൂട്ടായി പൂർത്തിയാക്കി. അതുകൊണ്ട് ആ ഇലക്ഷൻ്റെ അന്തരീക്ഷമൊന്നും അല്ല ഉള്ളത്. ഈ സ്വർണ്ണപ്പാളി വിഷയങ്ങളൊക്കെ വീണ്ടും സജീവമാക്കാനായിട്ട് UDF ശ്രമിക്കുന്നതിന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലൊക്കെ കണ്ടതാണ്. അതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമോ? എന്താ അവർ കാണിച്ചത്? അവിടെ സ്ഥിരം വാക്കൗട്ടോ. ചർച്ചയിൽ പങ്കെടുത്താൽ അവരുടെ പങ്കാളിത്തവും അവരുടെ കള്ളത്തരവും പുറത്തു വരും. അതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് വാക്കൗട്ടിൻ്റെ പക്ഷമായിട്ട് മാറിയത്. പ്രതിപക്ഷം ഇല്ല കേരളത്തിലിപ്പോൾ. ഏറ്റവും ഉചിതമായ വേദിയായിട്ടുള്ള അസംബ്ലിയിൽ അവർക്ക് പറയാനുള്ളതൊക്കെ പറയാമെന്നിരിക്കെ എല്ലാ ദിവസവും വാക്കൗട്ടെന്ന് മാത്രം ചിന്തിച്ച ഒരു UDF പ്രതിപക്ഷം അത് കേരളത്തിനെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ പ്രതിപക്ഷം എന്തിനു വേണ്ടി അസംബ്ലിയിലേക്ക് വരുന്നത്? എന്തിനാ ജയിപ്പിക്കുന്നത് അവരെ? എന്തെല്ലാം വിഷയങ്ങൾ അവർക്ക് ഉന്നയിക്കേണ്ട വിഷയം ഇതാണെങ്കിൽ ഈ വിഷയം, അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റ്, കേരള ബജറ്റ്, ഇൻഡോ അമേരിക്കൻ ഉടമ്പടി, എന്തെല്ലാം വിഷയങ്ങൾ. അതേപ്പറ്റി ഒന്നും പറയാൻ അവർക്ക് ഇല്ലാത്ത കാര്യം. അത് യാദൃച്ഛികമല്ല. അവിടെ ഇരുന്നാൽ BJPയെ എതിർക്കേണ്ടി വരും, മോദിയെപ്പറ്റി പറയേണ്ടി വരും, BJP രാഷ്ട്രീയത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് കോൺഗ്രസ്സിന് കഴിയില്ല. കോൺഗ്രസ് മനസ്സുകൊണ്ട് കേരളത്തിൽ BJP കടിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ LDFിനെ നയിക്കുന്നതാരാണ്? LDFിൻ്റെ രാഷ്ട്രീയം കാര്യം പാടില്ല. LDF ഒരു കൂട്ടായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് LDFിൻ്റെ രാഷ്ട്രീയത്തിൽ നയിക്കുന്നത് LDF രാഷ്ട്രീയമാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കുമോ മുഖ്യമന്ത്രി എന്ന നിലയിൽ? അത് തീരുമാനിക്കേണ്ടത് വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ പാർട്ടികളുടെയും തീരുമാനപ്രകാരം ഏതാണോ പ്രധാനപ്പെട്ട പാർട്ടി അത് CPM ആണ്. ആ പാർട്ടി തീരുമാനിക്കും. ഇപ്പോൾ മുൻവിധിയോടുകൂടിയല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിലവിലുള്ള മുഖ്യമന്ത്രിയാണല്ലോ ഈ LDFിനെ നയിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ CPMൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രതികരണം വരുന്നുണ്ട്. അല്ല, 10 കൊല്ലം പൂർത്തിയാക്കിയ ഗവൺമെൻറ് തലവൻ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ മുഖവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നയങ്ങളും എല്ലാം ചർച്ചാ വിഷയമാണ് ഇവിടെ. അതുകൊണ്ട് ആ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്. ആ പ്രാധാന്യം ചെറുതല്ല. പക്ഷേ അടുത്തുണ്ടാകാൻ പോകുന്ന മൂന്നാമത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് CPM ആണ്. ഈ സ്വാഭാവികമായിട്ട് 2 തവണ കഴിഞ്ഞിട്ട് പുതുമുഖങ്ങളെ ഈ പാർട്ടി നിലനിൽക്കുന്നതിനെ പുതിയ തലമുറകൾ കൊണ്ടുവരുമ്പോഴാണല്ലോ 2 തവണ മുഖ്യമന്ത്രിയായ ആൾ തന്നെ വീണ്ടും ഒരു പക്ഷേ LDF അതിനെപ്പറ്റി അതിനപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. അത് CPMൻ്റെ അവകാശമാണ്. അത് CPM തീരുമാനിക്കും. അത് തീരുമാനിക്കാൻ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ബോധവും CPMനുണ്ട്. ഈ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് എപ്പോഴാണ് അതിൽ തുടങ്ങുക? അതിപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ബിനോയേട്ടൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടേം കർശന ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ തുടരും? ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പറ്റി ചർച്ച ആരംഭിക്കാനിരിക്കുകയാണ്. അതിലേക്ക് പോയിട്ടേ ഇല്ല. ഈ ജാഥ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ആരംഭിക്കും. അല്ല, സ്വാഭാവികമായിട്ട് സംസ്ഥാന സമ്മേളന സമയത്ത് പറഞ്ഞ ഈ 2 ടേം വ്യവസ്ഥ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതാണ് പാർട്ടിയുടെ പൊതുനയം. അത് പൊതുനയമാണ്. പക്ഷേ ആ നയത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റം എങ്ങനെ വേണം ഇതൊക്കെ ആലോചിക്കേണ്ടത് ആ ഘട്ടത്തിലാണ്. ആ ഘട്ടം വാങ്ങുന്നതേ ഉള്ളൂ. ഈ ഇപ്പോൾ ഇത് കഴിഞ്ഞു പോയ ആളുകളെ, മുൻപ് മാറിപ്പോയ ആളുകളെ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ? അതേപ്പറ്റി ഒന്നും പാർട്ടി ഈ നിമിഷം വരെ ആലോചിച്ചിട്ടില്ല. ഈ ജാഥ കഴിഞ്ഞിട്ട് പാർട്ടി ഘടകങ്ങൾ കൂടിയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഈ സീറ്റുകൾ വെച്ച് മാറാൻ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സീറ്റുകളെ പറ്റിയുള്ള ഒരു ചർച്ചയും ആരംഭിച്ചിട്ടേ ഇല്ലയെന്ന് പറഞ്ഞാൽ ആരംഭിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിൻ്റെ യാതൊരു ഇതിലും കടന്നിട്ടില്ല. അല്ല, അതിന് സംഘടന ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. സ്ഥാനാർത്ഥി നിർണ്ണയവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആയില്ലെങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ഇലക്ഷൻ്റെ സംഘടനാ മെഷീനറി, അതിൻ്റെ വോട്ടർ പട്ടിക, വോട്ട് ചേർക്കൽ, സംഘടനാ കമ്മിറ്റി, ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എത്ര ശതമാനം പുതിയ സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട്? സ്വാഭാവികം പറയാൻ പറ്റില്ല.
സ്വാഭാവികമായിട്ട് CPI പോലൊരു പാർട്ടി എപ്പോഴും പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് യാതൊരു ഇതിലും കടന്നിട്ടില്ല. ഇല്ലാത്തതിനെ പറ്റി ചർച്ച ചെയ്തിരിക്കാൻ പറ്റും. ചർച്ച ചെയ്യാത്ത കാര്യം ഞാൻ പറയില്ല. ചർച്ച ചെയ്യട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജ് എത്രമാത്രം ഗുണം ചെയ്യും? ഏതായാലും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ പോയിട്ടില്ല. എല്ലാം ജാഥ കഴിഞ്ഞതിന് ശേഷം എന്ന മറുപടിയിലാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.